അങ്ങനെ കിങ്ങണിക്കുട്ടൻ തോൽവി സമ്മതിച്ച് വാളും പരിചയം നടക്കൽ വെച്ചത് കീഴടങ്ങിയിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ടതിന് പിന്നാലെ തൃശൂർ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇനി മേലിൽ താൻ ഇലക്ഷന് പോയിട്ട് ഒരു കസേരകളി മത്സരത്തിന് പോലും ഇറങ്ങില്ലെന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് സത്യം ചെയ്തിരിക്കുകയാണ്. ഇനി ചെറുപ്പക്കാർ വരട്ടെ, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്നും താനിനി മത്സരത്തിന് ഇറങ്ങുന്നില്ല എന്നുമാണ് ഇപ്പോൾ കെ മുരളീധരന്റെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വടകരയിൽ ഞാൻ മാറി ഷാഫി എത്തിയപ്പോൾ ഭൂരിപക്ഷം ഉയർന്നതുപോലെ അടുത്ത തവണ തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെറുപ്പക്കാർ വരട്ടെ, നിയമസഭയിലേക്കും ചെറുപ്പക്കാർ മത്സരിക്കണം. എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ പ്രയാസത്തിലാണ്, അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ LDF ജയിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും ദുഃഖമുണ്ടാവില്ലായിരുന്നുവെന്നും BJP വിജയിച്ചത് തന്നെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് മുരളീധരന്റെ വാക്കുകൾ. ബൂത്ത് തല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വീഴ്ചയുണ്ടായെന്നും വടകരയിൽ നിന്നാൽ ജയിക്കുമായിരുന്നുവെന്നും തൃശ്ശൂരിൽ തനിക്ക് രാശിയില്ല എന്നുമൊക്കെ പറഞ്ഞ് ഇപ്പോൾ സ്വയം കുറ്റപ്പെടുത്തുക തന്നെയാണ് മുരളീധരൻ ചെയ്യുന്നത്. അതായത് സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ പ്രയാസത്തിലാണെന്നും കോൺഗ്രസ് കമ്മിറ്റികളിൽ പങ്കെടുക്കില്ല എന്നും പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തൽക്കാലം പാർട്ടി പ്രവർത്തനത്തിലേക്കൊന്നും ഇല്ലെന്ന് മുരളീധരൻ പറയുകയാണ്. തൃശ്ശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ നടത്തുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ലെന്നും കുരുതി കൊടുക്കാൻ താൻ നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. കേരളത്തിൽ UDFന് വലിയ വിജയമുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച അപ്രതീക്ഷിത വിജയം തന്നെ തൃശ്ശൂരിൽ BJP നേടിയിരിക്കുന്നു. പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണിക്കൊപ്പം BJPയുടെ സാന്നിധ്യമുണ്ടായി. തൃശ്ശൂരിൽ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായി. മുന്നോക്ക വോട്ട്, ക്രൈസ്തവ വോട്ട് എന്നിവ BJPക്ക് സമാഹരിക്കാനായി. മുസ്ലിം വോട്ടിൽ നല്ല വിഭാഗം UDFന് വന്നതിനാൽ ഗുരുവായൂരിൽ UDFന് ലീഡ് നേടാനായി. LDFന്റെ ഉറച്ച വോട്ട് ബാങ്കുകൾ പോലും അവരെ കൈവിട്ടു. മികച്ച സ്ഥാനാർത്ഥിയുണ്ടായിട്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ CPM BJP അന്തർധാര ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് ഫലം UDF പരിശോധിക്കുമെന്നും പഞ്ചായത്ത് നിയമസഭാ വോട്ടിൽ രാഹുൽ എഫക്ട് ഉണ്ടാവുമെന്നില്ല. UDFനെ സഹായിച്ച രണ്ട് പ്രബല സമുദായത്തിലുള്ള വിള്ളൽ തിരിച്ചടിയായിരിക്കുകയാണ്. സംഘടനാപരമായ ദൗർബല്യം പാർട്ടിക്കുണ്ട്, അതിന്റെ നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് വോട്ട് ചേർക്കുന്നതിൽ പിഴവുണ്ടായെന്നും കരുണാകരനും താനും മുമ്പ് പരാജയപ്പെട്ടത് ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടാണെന്നും എന്നാൽ ഇക്കുറി ഒരിടത്തും നെഗറ്റീവ് ട്രെൻഡില്ല. തൃശൂർ പൂരം മുതലാണ് കാര്യങ്ങൾ പാളിപ്പോയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നടപടി BJPക്ക് ഗുണമായി. ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. VS സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു. എനിക്ക് വേണ്ടി ആരും വന്നില്ല. എനിക്ക് വേണ്ടി DK ശിവകുമാർ മാത്രമാണ് വന്നത്. എന്നാൽ അദ്ദേഹത്തെ പ്രചാരണത്തിൽ ശരിക്കും ഉപയോഗിക്കാനായില്ല. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്നാണല്ലോ. അതിനാൽ ഇനി താൻ മത്സരിക്കില്ല എന്നും താൻ മത്സരിച്ചിട്ടും BJPയുടെ അക്കൗണ്ട് പൂട്ടാനായില്ല എന്ന സങ്കടവുമുണ്ട്. LDF സ്ഥാനാർത്ഥി ജയിച്ചിരുന്നെങ്കിൽ സങ്കടമൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. ലീഗിലെ എല്ലാ നേതാക്കളും തനിക്കായി വന്നു. താനെന്നും കോൺഗ്രസ്സുകാരനായി നിൽക്കും. തൽക്കാലം ഒരു കമ്മിറ്റിയിലേക്കും ഒന്നുമില്ല. ഇനിയൊരു മത്സരത്തിന് പോലും തൽക്കാലമില്ല. ജനിച്ച സ്ഥലത്ത് തനിക്ക് രാശിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏകോപനമില്ലെന്നും സംസ്ഥാനത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. വടകരയിൽ നിന്നാൽ തന്നെ ജയിക്കുമായിരുന്നു. ഇനി കുരുതി കൊടുക്കാൻ നിന്നു കൊടുക്കില്ല എന്ന് തന്നെയാണ് മുരളീധരന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.